പോയ ഇനി എന്നോട് വഴക്കിന് വരുമായിരിക്കും. കാറി ഇരിപ്പുണ്ടായിരുന്ന ആള് ഇത് കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ ഞങ്ങളെ ഇപ്പൊ തീവ്രവാദിയായിട്ട് ചിത്രീകരിച്ചപ്പോഴും പിന്നെ എന്റെ ഹസ്ബൻഡ് എക്സ് ലവറും കൂടെ മാനേജ്മെന്റിന്റെ മടി കയറി ഇരിക്കുവാണ്. സ്കൂളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുവാണ് മാനേജ്മെന്റിന്റെ അടുത്ത്. എന്റെ പണ്ടത്തെ കാമുകന്റെ ഭാര്യ പണ്ട് ഇങ്ങനെ ഈ പേരൻസിനെ വിളിച്ച് പറയാണ് ജാതികളാണ് ഞങ്ങളുടെ മക്കളെ നമ്മൾ ഇവിടുന്ന് CC കൊടുത്ത് മാറ്റിയാൽ പോലും ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്ന്, ഞങ്ങൾ എപ്പോൾ വേണേലും അവരെയൊക്കെ വെട്ടിക്കൊല്ലാം, ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. സലിഹ ഷാജഹാൻ ബ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ റീസെന്റ് ആയിട്ട് അപ്ലോഡ് ആയിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഒരു പരിധിയില്ലേ, എത്രയെന്ന് വെച്ചാൽ ക്ഷമിച്ച് നിൽക്കാന്ന് പറഞ്ഞുകൊണ്ട് ടൈറ്റിലോട്ട് തെറ്റേക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ ആക്ച്വലി നമ്മുടെ ഒരു നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരു കമന്റ് ഇട്ടിരുന്നു, ഇതൊന്ന് റിയാക്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നത്. ഏകദേശം ഒരു 50 മിനിറ്റോളം ഉള്ളൊരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഈ സലിഹ എന്ന് പറയുന്ന ഒരു ലേഡിയുടെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഹാറ്റ്സ് ഓഫ് യു. കാരണം ഇത്രയും കറേജിയസ് ആയിട്ട് ഈ ഒരു കാര്യം വന്ന് തുറന്ന് സംസാരിക്കാനെ കൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല. കാര്യം പല പേരൻസും ഇത്തരത്തിൽ തുറന്ന് സംസാരിക്കാൻ നിൽക്കൂല, അവിടുത്തെ പല കാര്യങ്ങളെയും പേടിച്ചും ഭയന്നും ഒക്കെ നിൽക്കുന്ന പല ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഭയങ്കര മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് സലിഹ എന്ന് പറഞ്ഞ ഈ ഒരു ലേഡി. ആൻഡ് ഇവിടെ പറയുന്നത് ഒരു സ്കൂൾ എങ്ങനെ ആവരുത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. എന്താണെങ്കിലും ഞാൻ പറഞ്ഞു നീട്ടാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. കാരണം എന്താണെന്ന് വെച്ചാൽ പുനലൂർ സെന്റ് തോമസ് സ്കൂളിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത്രയും വലിയ ഒരു മാനേജ്മെന്റിനെതിരെയാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നതും കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ പോകുന്നതും കുറച്ച് സത്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുമുണ്ട്. ഈ പുനലൂർ സെന്റ് തോമസ് സ്കൂളിന്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇവിടെ സൈഡിലോട്ട് കൊടുക്കാം. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്കൂളാണ്. അപ്പം ഈ സ്കൂളിലെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതിനേക്കാൾ അടിപൊളിയാണ്. ഈ സ്കൂളിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആ കുട്ടികളുടെ ജീവനെങ്കിലും തിരിച്ചിട്ട് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ഈ ഒരു സ്കൂള് അല്ലെങ്കിൽ പുനലൂര് നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു 1/4 മണിക്കൂറോളം മാത്രമേ ഉള്ളൂ കേട്ടോ ദൂരം. അങ്ങോട്ടേക്ക് ആ ഒരു സ്കൂൾ വരെ യാത്ര ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും അടുത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. എന്താണെങ്കിലും അത് തുറന്നു പറയാനൊക്കെ ഉണ്ട് ഈ ഒരു ശേഷിക്ക് എന്തായാലും കഴിഞ്ഞു. ഇനി ഇതിനകത്ത് ഈ ഒരു സ്കൂളിനെ പറ്റിയിട്ട് ഒരു ഏകദേശ ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി പറഞ്ഞ കുറച്ച് കാര്യം ഞാൻ ഇങ്ങോട്ട് വെക്കാം. എത്രയോ പേരൻസ് ഉണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒന്ന് അടുത്ത് വിളിച്ചിരുത്തി എഴുതിപ്പിച്ച് നോക്കുക. ഒരു ഇംഗ്ലീഷ് സെന്റൻസ്, ഒരു പാരഗ്രാഫ് നിങ്ങളുടെ മക്കൾ എഴുതുന്നുണ്ടോ, മലയാളം സെന്റൻസ് പാരഗ്രാഫ് ആക്കി നിങ്ങളുടെ മക്കൾ എഴുതുന്നുണ്ടോ നോക്കണം. പക്ഷെ അങ്ങനെ എഴുതാത്ത എത്രയോ കുട്ടികൾ അവിടെ എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കുന്നു, പ്രോഗ്രസ് കാർഡിൽ മാർക്ക് കിട്ടുന്നു. അപ്പം നമുക്കറിയാം നമ്മുടെ മക്കൾ എത്രത്തോളം പഠിക്കുന്നു എന്ന്. പിന്നെ എങ്ങനെയാണ് ആ പരീക്ഷയിൽ മക്കൾ ഫുൾ മാർക്ക് മേടിക്കുന്നത്? ഇംഗ്ലീഷ് സെന്റൻസ് ഫുൾ ആയിട്ട് ഒരു പാരഗ്രാഫ് എഴുതാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് അതേ പാരഗ്രാഫ് എക്സാമിന് എഴുതി വെക്കുന്നത്? എങ്ങനെയാണ് അവർ മാർക്ക് മേടിക്കുന്നത്? അവരെടുത്ത ക്വസ്റ്റിനെ അതുപോലെ തലേന്ന് ട്യൂഷൻ ക്ലാസ് എന്ന വ്യാജേന, റെമഡിയൽ ക്ലാസ് എന്ന വ്യാജേന ബോർഡിൽ എഴുതിയിട്ട് കൊടുക്കുകയാണ്. അതേ എക്സാമിന് വരുന്ന അതേ ക്വസ്റ്റ്യനുകൾ കുഞ്ഞുങ്ങൾ ഫുൾ മാർക്ക് മേടിക്കുന്നു. അപ്പോൾ ഞാനടക്കമുള്ള വിഡ്ഢിയായ പേരൻസ്, ഞാനടക്കമുള്ള വിഡ്ഢിയായ രക്ഷകർത്താക്കൾ വിചാരിക്കുന്നത് നമ്മുടെ മക്കൾ വലിയ പഠിത്തമാണെന്ന്. അപ്പോൾ ഈ പന്ന ആൾക്കാരെ എല്ലാം കൂടി പഠിത്തം ഒരുമിപ്പിച്ച് കൂട്ടുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതാണ് ഈ സ്കൂളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എത്ര സ്കൂളുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് അയൽക്കൂട്ടം ടീം എന്ന് പറഞ്ഞൊരു സംഭവം. നമ്മൾ പറയാറുണ്ട് അയൽവക്കത്തെ പെണ്ണുങ്ങളെല്ലാം കൂടെ കൂടി ഇരുന്ന് സംസാരിച്ച് അപ്പുറം ഇപ്പുറമുള്ള കൊതിയെന്നുണയും പറയുന്നതാണ്. അതാണ് ആ സ്കൂളിൽ നടക്കുന്നത്. കുറച്ച് ഒരു പേരൻസ് അവിടെ ആ സ്കൂളിൽ +1 +2 വേറെ എങ്ങും അഡ്മിഷൻ കിട്ടാതെ പഠിച്ച് കുറച്ച് 2-3 പേരൻസ് ഉണ്ട്. അവരൊത്തുകൂടി അവിടെ പ്രിൻസിപ്പളിന്റെ മടിയിലിരിക്കാം, മാനേജറിന്റെ മടിയിലിരിക്കാം. അവർക്ക് വേറെ പേരൻസ് എല്ലാം കൊച്ചു കുഞ്ഞുങ്ങളെയും കാത്ത് ഗേറ്റിന് അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ 1-2 പേരൻസ് മാത്രം അവിടെ ടീച്ചേഴ്സിന്റെ റൂമിൽ ഇരുന്ന് കളിയും ചിരിയും കഴിഞ്ഞിട്ട് പിള്ളേരെ വിളിച്ചുകൊണ്ട് ഇറങ്ങി വരും. ഏത് സ്കൂളിലാണ് അങ്ങനത്തെ ഫ്രീഡം കൊടുക്കുന്നത്? പേരൻസ് ഒളിഞ്ഞും തെരഞ്ഞുമാണ് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ആർക്കും നേരിട്ട് പറയാനുള്ള ധൈര്യമില്ല. ഇപ്പോൾ പുനലൂർ സെന്റ് തോമസ് സ്കൂളിനെ പറ്റിയിട്ടുള്ള ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ അയൽക്കൂട്ടം പോലത്തെ ഒരു പരിപാടിയൊക്കെ അവിടെ നടത്തുമ്പോൾ ചിലപ്പോൾ പേരൻസിനൊക്കെ ഈ പറയുന്ന പോലെ സാമൂഹ്യ പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ ഇത്തരത്തിൽ ആ ഒരു അയൽക്കൂട്ടം പരിപാടി അവർ നടത്തുന്നുണ്ടാവും. പിന്നെ കുട്ടികളുടെ കാര്യം പറഞ്ഞില്ലേ, അതായത് ഇപ്പം കൃത്യമായിട്ട് ഇപ്പോൾ ഒരു സെന്റൻസോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ എഴുതാൻ അറിയാത്ത കുട്ടികൾക്ക് എക്സാമിന് വരുമ്പോൾ കൂടുതൽ മാർക്ക് കിട്ടുന്നു. തലേ ദിവസം തന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കിനും ആ ഒരു സ്കൂളിന്റെ റെപ്യൂട്ടേഷനൊക്കെ നോക്കിയിട്ടായിരിക്കും ഇവർ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക. ഇപ്പം എല്ലാ പ്രൈവറ്റ് സ്കൂളുകളെ ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും ഒരു മെജോറിറ്റി പ്രൈവറ്റ് സ്കൂളുകളിലും നടക്കുന്ന പരിപാടികളൊക്കെ തന്നെയാണ് അവരുടെ ഒരു റെപ്യൂട്ടേഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ ഒരു എഡ്യൂക്കേഷൻ കച്ചവടമാക്കി മാറ്റുമ്പോഴത്തേക്കിന് ഇങ്ങനത്തെ കുറെ ഗിമിക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവർ അങ്ങനത്തെ കുറെ ഗിമിക്ക് കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴത്തേക്കിന് അവിടെ ഭാവി ഇല്ലാണ്ടായി പോകുന്നത് കുട്ടികളുടെയൊക്കെ തന്നെയായിരിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ കാലഹരണപ്പെട്ട് പോയേക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമ്മുടേത്. കാര്യം മുമ്പൊരിക്കൽ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇന്ന് ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം 350 + 450 = എത്രയാണെന്ന് അറിയാറിക്കൂടെ നമുക്ക് ഇന്ന് സ്കൂളിൽ പോയി പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, അതിൽ കാൽക്കുലേറ്റർ ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അതിന്റെ ആവശ്യകത വരുന്നില്ല. അപ്പോൾ ഇതൊക്കെ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ട് മാറണമെന്നൊരു സാഹചര്യം എന്നേ കഴിഞ്ഞു പോയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഇടത്താണ് ഇതാണ്ട് ഇതുപോലത്തെ പരിപാടികൾ സ്കൂളിൽ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ആനുവൽ വരുമ്പോൾ സ്കൂൾ മാനേജ്മെന്റ് ആണ് ആനുവൽ ഡേ നടത്തേണ്ടത്. ഇത് ഒരു കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് 600 രൂപയാണ് ഫീസ് മേടിക്കുന്നത്. 600 രൂപ വാങ്ങുന്ന ഫീസിൽ 20 ലക്ഷത്തിന്റെ സ്റ്റേജ് ഒരുക്കുവാണെന്നൊരു വ്യാജേന ആനുവൽ ഡേ നടത്തും.
നമ്മൾ വിഡ്ഢികളായ, ഞാൻ അടക്കമുള്ള വിഡ്ഢികളായ കുറെ പേരൻസ് നമ്മുടെ മക്കൾ മിനുക്ക് ഡ്രസ് ഇട്ട് വരുമ്പോൾ പോയി നിൽക്കുവാണ്. ഒരു അകത്തിടുന്ന ഒരു ഡ്രസ്സ്, കറുത്ത ഫുൾ കൈ ഡ്രസ്സ്, പാന്റ്, ഇത് നമ്മൾ മേടിച്ചോണ്ട് പോകണം. ഇവര് തരുന്നത് 1200 രൂപ. നമ്മളൊരു ഡാൻസിന് പൈസ കൊടുക്കുകയാണ്, കോസ്റ്റ്യൂമിന് ഒരു മിനുക്ക് കോട്ടാണ് തരുന്നത് 1200 രൂപ. പാട്ട് പാടാൻ വേണ്ടി 15 കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്യും. അതിന് 800 രൂപ ഫീസാണ് മേടിക്കുന്നത് ഒരു ഫ്രോക്കിന്. ആ ഫ്രോക്കിന്റെ ബാക്ക് വശത്തെ പൈസ ഇവരെ ഇളക്കി കളഞ്ഞു, 460 രൂപ ഒരു ഫ്രോക്കിന്. പക്ഷെ താഴെ വന്ന പൈസ ഇവരെ ഇളക്കി കളയാൻ, ബില്ല് ഇളക്കി കളയാൻ മറന്നുപോയി. അപ്പൊ ഞാൻ എന്റെ പൊന്നൂസിനെ ഒരുക്കുന്ന സമയത്താണ് ഇത് കണ്ടത്. 800 രൂപ ഒരു ഫ്രോക്കിന് മേടിച്ചു, 460 രൂപ ആയിട്ടുള്ളൂ. 15 കുട്ടികളുടെ നിന്ന് മേടിക്കുമ്പോൾ എത്ര രൂപ ലാഭം വരുന്നുണ്ട്. പക്ഷേ നമ്മളൊരു സ്കൂളിൽ നമ്മുടെ കുഞ്ഞ് പഠിക്കുന്നിടത്തോളം കാലം നമ്മളത് പറയത്തില്ല. ഞാനത് മറച്ചു വെച്ചിട്ട് ഞാൻ എന്റെ കുഞ്ഞിനെ ഒരുക്കിക്കൊണ്ടിരുന്നപ്പം ഇത്രയും പറഞ്ഞു, ഫ്രോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, വലിയ രസമില്ലാന്ന്. അത് അവർക്ക് വലിയ ഒരു ഇൻസൾട്ടായി. അവർ 24 വർഷമായിട്ട് സ്കൂളിൽ കള്ളത്തരങ്ങളെല്ലാം പടുത്തുയർത്തിയ ഒരു സ്കൂളാണ്. ആ ഒരു നെഗറ്റീവായ ചെറിയൊരു കാര്യം എന്റെ വായിന്ന് വീണത് അവർക്ക് വലിയൊരു നെഗറ്റീവായി പോയെന്ന്. ഫ്രോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലാന്ന്. 800 രൂപ ഞാൻ കൊടുത്ത് മേടിച്ച ഫ്രോക്കിന് 460 രൂപ ആയിട്ടുള്ളൂ. പക്ഷേ അത് കൊള്ളാമോ ഇല്ലയോ, നന്നായില്ലയോ എന്ന് പറയാനുള്ള അവകാശം എനിക്കില്ലേ? എനിക്ക് മാത്രമല്ല, അവിടെ പഠിപ്പിച്ച എല്ലാ പേരൻസിനും അത് പറയാനുള്ള അവകാശമുണ്ട്. ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ടാണ് എന്നോട് ഇത്രയും വൈരാഗ്യം. തീർച്ചയായിട്ടും അത് ചോദിക്കാൻ തന്നെ വേണം. പിന്നെ ഇത്തരം സ്കൂളുകളിലൊക്കെ ഇതിന്റെയൊക്കെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും കൂടുതൽ ഈ പേരൻസും കുട്ടികളൊക്കെ അട്രാക്റ്റഡ് ആയിട്ട് ഈ സ്കൂളുകളിൽ തന്നെ പോയി കുട്ടികളെ ചേർക്കുക, അവിടെ പഠിക്കുന്നൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പം ഇതില് പല പേരൻസും ഓട്ടോ ഓടിച്ചും അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടൊക്കെ തന്നെയായിരിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട് പൈസ സ്വരൂപിച്ച് സ്കൂളുകളിലൊക്കെ അവരെ പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഈ പേരൻസിന്റെ ജോലിയെ കുറച്ച് കാണുക കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. പക്ഷേ ലിറ്ററലി ഈ മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുക എന്ന് പറയുന്ന പരിപാടിയില്ലേ, അതല്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കുട്ടികളുടെ കഞ്ഞിയിൽ നിന്ന് കൈയിട്ട് വാരുക. നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ? അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ പേരൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ആ പുല്ലൊരു തൂക്കുവാലുണ്ടല്ലോ, അതിന്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു സ്പേസ് നിങ്ങൾ കണ്ടെത്തിയിട്ട് ഈ മാനേജ്മെന്റിൽ ഈ പ്രസ്തുത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസ് കണ്ടെത്തി അവരെ അവിടെ കൊണ്ടിരുത്തിയിട്ട് ഒരു നിങ്ങൾ പിരിവിട്ടോ അല്ലെങ്കിൽ ഇവർ ഈ കുട്ടികളെ പരിച്ചുണ്ടാക്കുന്ന പൈസക്കകത്തുനിന്നോ ഒരു നീളത്തിലുള്ള ഒരു തോർത്ത് വാങ്ങിയിട്ട് അവരെ അവിടെ പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇതിലും ഭേദം അവരെ പോയി പിച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്നാണെങ്കിലും ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചതിന് ശേഷം ഈ ലഹരിയുടെ കുട്ടികളുടെ അടുത്തും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഇവരുടെ ഒരു പെരുമാറ്റം എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കേൾക്കാം. ഈ വീഡിയോയിൽ ഞാൻ ഫ്രോക്കിന്റെ കാര്യം അന്ന് പറഞ്ഞപ്പോ തൊട്ട് ഇവര് മോനുകുട്ടൻ ക്ലാസ്സിൽ ഇരിക്കുവാണ്. എല്ലാ കുഞ്ഞുങ്ങളെയും മോനെ എടേ എന്നൊക്കെ വിളിക്കും. എടോ എണീക്കടോ വാടോ. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെയാണ്. കുഞ്ഞിനോട് ദേഷ്യമാണ്. ആ മാനേജ്മെന്റിന്റെ ബന്ധുവായ ഒരു ടീച്ചറാണ്, ഒരു സ്ത്രീയാണ്. അവിടെ സ്ത്രീ എന്ന് തന്നെ വിളിക്കണം. കുഞ്ഞുങ്ങളെ ഒരുപോലെ കാണാൻ പറ്റാത്ത സ്ത്രീ, ആ സ്ത്രീയാണ് അവിടെ ഹിന്ദി പഠിപ്പിക്കുന്നത്. അവിടെ വാച്ച്മാനായിട്ട് നിൽക്കുന്നതും ഈ സ്ത്രീയാണ്. കൈയും കെട്ടി നിൽക്കും. കാർ ആരെവിടെ ഇടണം, വണ്ടി ആരെവിടെ ഇടണം എന്ന് തീരുമാനിക്കുന്നത് ഈ സ്ത്രീയാണ്. കുഞ്ഞുങ്ങളുടെ അടുത്ത് ഭയങ്കര വിദ്വേഷം. എണീക്കടോ, നടക്കടോ. ഇപ്പൊ കുഞ്ഞ് നോമ്പ് പിടിച്ച് കുഞ്ഞ് അവിടെ പോയപ്പം എന്നോട് പലരും ചോദിച്ചു, മോനോടനെ പൊന്നൂസിനെ എന്തുകൊണ്ട് നോമ്പ് പിടിപ്പിച്ചില്ല, 2 നോമ്പല്ലേ പിടിപ്പിച്ചുള്ളൂ. ക്ലാസ്സിൽ പോകുമ്പോൾ ഇതാണ് കുഞ്ഞിനോട് പറയുവാണ്, എന്താ ചോറ് ഇന്നത്തെ? മോനോട് പറയാൻ, നോമ്പാ ടീച്ചറെ. നീ നോമ്പ് പിടിച്ചിട്ട് എന്താ കാര്യം? നിന്റെയൊക്കെ സ്വഭാവം ആദ്യം നന്നാക്കുക, അല്ലാതെ നീ ഒന്ന് നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ലെന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനോട് പറയാണ്. കുഞ്ഞ് വന്ന് എന്നോട് പറയുമ്പോഴും ഞാൻ പറയാണ്, സാറില്ല മക്കളെ, നമ്മൾ ഈ വർഷം അങ്ങ് TC മേടിച്ച് പോവല്ലോ, അവിടെ നിന്ന് കുഴപ്പമില്ല, പോട്ട് മക്കളെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ഹിന്ദി എക്സാം വന്നപ്പോൾ പൊന്നു, നമ്മൾ അറിയാത്ത ക്വസ്റ്റ്യൻ ആണ്. ഹിന്ദി അല്ലേ, അവൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് അത്രയും കൂട്ടി വായിക്കാൻ അറിയത്തില്ലായിരിക്കും. ടീച്ചർ ഈ ക്വസ്റ്റ്യൻ എന്തുവാണ്? ഇതേ സെയിം ടീച്ചർ തന്നെ പറയുവാണ്, എനിക്ക് ഹിന്ദി അറിയത്തില്ല, അവിടെ 20 ചെയ്യുന്നു. ആ പെൺപിള്ളേക്ക് ഹിന്ദി അറിയത്തില്ല, പിന്നെ എന്തിനാണ് അവിടെ ടീച്ചറായിട്ട്? എന്തോ ക്വാളിഫിക്കേഷൻ അയച്ചാൽ ബന്ധുവാണെന്ന ക്വാളിറ്റിയിലാണോ അവിടെ ടീച്ചർ ആവാൻ പഠിപ്പിക്കാൻ ഇരുത്തിയേക്കുന്നത്? ഹിന്ദി അറിയത്തില്ല, അവിടെ 20 ചെയ്യുന്നു. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ ബസ്സിൽ നിന്നും ആരെ ശ്രദ്ധിക്കാതെ ഒരു കുഞ്ഞ് ഫ്രണ്ടിലോട്ട് ഉറങ്ങി വീണു. കുഞ്ഞിന്റെ നെറ്റി പൊട്ടി. പരാതി പറയാൻ പോയ പേരൻസിനോട് പരാതി പറയാൻ അവിടെ പോകുന്നവർക്ക് ഇഷ്ടമല്ല. അവർ പേരൻസിനോട് അവർ പറയുവാണ്, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ പഠിപ്പിക്കേണ്ട. അതേസമയം ആ ആയെ വിളിച്ച് വാൺ ചെയ്യുമല്ല, ഉറങ്ങുന്ന കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നത് വാൺ ചെയ്യാൻ, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ പഠിപ്പിക്കേണ്ട, പൊക്കോളൂ TC മേടിച്ച്. പരാതി പറയാൻ പോകുന്നവരെ ഇഷ്ടമല്ല. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം പറയാൻ പോകുമ്പോൾ മറ്റടുത്ത പേരൻസ് അറിയാതെ നോക്കും. മനസാക്ഷി വകതിരിവ് എന്തിനേറെ, ഒരു ഹിന്ദി ടീച്ചറാണ്, ഹിന്ദി പോലും അറിയത്തില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് അവിടെ റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയൊരു അന്തരീക്ഷം തന്നെയാണ്. ഒരു മനസാക്ഷി, കൊച്ചു കുട്ടികളല്ലേ അവരുടെ അടുത്ത് ഈ രീതിയിലൊക്കെ പറയാനൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇതുങ്ങളുടെയൊക്കെ മെന്റാലിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ കാരണങ്ങൾ പറയുന്നില്ല. അതുമല്ല, ഇപ്പൊ തന്നെ പുതിയൊരു ഫ്രോക്ക് ഇന്നാൾക്ക് ഒരെണ്ണത്തിന് മേടിച്ചു ടീച്ചർ. ഇപ്പൊ അടുത്തൊരു ഡ്രസ്സ് എടുക്കണ്ട എന്ന് ഹസ്ബൻഡ് പറഞ്ഞു. ഇപ്പൊ പൈസ ഇല്ല. അതോ ഞങ്ങൾ കർത്താവിന്റെ പാട്ടായതുകൊണ്ടാണോ ഡാൻസ് ചെയ്യാത്തതെന്ന്. ഇപ്പൊ ഞങ്ങൾ ഒരു അനാഥാലയത്തിൽ നിന്ന് വിളിച്ചു. ഇവിടുത്തെ അമ്മമാർക്കും അച്ഛന്മാർക്കും അനാഥരായി നിങ്ങൾ ഫുഡ് കൊടുക്കാൻ വരുമോ? അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നില്ല അവിടെ എത്ര മുസ്ലിംസ് ഉണ്ട്, എത്ര അമ്മമാരും അച്ഛന്മാരും മുസ്ലിം ഉണ്ടെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ചോദിക്കുന്നത് അവിടെ എത്ര പേരുണ്ട്, എത്ര പേർക്കാണ് ഫുഡ് കൊണ്ടുവരേണ്ടതെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ ജാതിയില്ല, ഞങ്ങൾക്ക് അവിടെ മതമില്ല. പല പേരൻസും ഇവിടെ നമ്മളോട് പറയണം, അമ്മ ചേർക്കണം. ഒരു വർഷത്തേക്ക് 7000 രൂപ വെച്ച് ഫീസ് അടയ്ക്കുവാണ് നമ്മൾ. കുഞ്ഞുങ്ങളെ സ്വിമ്മിങ്ങിന്, കുഞ്ഞുങ്ങളുടെ ആഗ്രഹമല്ലേ കളിച്ചോട്ടെ. സ്വിമ്മിംഗ് പൂൾ ഒരു പീരീഡ് പോയി വെള്ളത്തിൽ കളിക്കാൻ അവർക്ക് ഇഷ്ടമായിരിക്കും. 3rd പ്രൈസ് വാങ്ങിച്ചോ അവർ നീന്തൽ മത്സരത്തിൽ. നമ്മുടെ ഒന്നും കുഞ്ഞുങ്ങളുടെ പടം അവിടുത്തെ മാഗസീനിൽ വരത്തില്ല. കാരണം എന്താ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ക്യൂട്ട്നെസ് കുറവാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കാണാൻ കൊള്ളത്തില്ല. സ്വിമ്മിംഗ് പൂളിൽ 7000 രൂപ കൊടുത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പടം അവിടെ മാഗസീനിൽ വരത്തില്ല. പകരം സ്വിമ്മിംഗ് പഠിക്കാത്ത LKG UKG ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ക്യൂട്ടായിട്ടുള്ള 2-3 കുഞ്ഞുങ്ങളെ കൊണ്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറക്കി വെക്കുക, ഫോട്ടോ എടുക്കുക, മാഗസീൻ ഇടുക. ഇരുട്ടിന്റെ അന്ധത മാറ്റി വെളിച്ചത്തേക്ക് വഴി പറഞ്ഞു കൊടുക്കേണ്ടുന്ന അധ്യാപകർ
അവർ മതത്തിന്റെയും വർണ്ണവിവേചനങ്ങളുടെയും പേര് പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ മനസ്സിലോട്ട് ഇങ്ങനെ അല്ലെങ്കിൽ അവരെ വീണ്ടും ഇരുട്ടിലോട്ട് തള്ളിവിടുന്ന തരത്തിലുള്ള ഇമാതിരി പരിപാടികൾ, സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി നിർത്താണ് വേണ്ടുന്നത്. അല്ലെ, കാര്യം എന്ന് വെച്ചാൽ ക്യൂട്ട്നെസ് ഉള്ള കുട്ടികളെ മാത്രം തെരഞ്ഞെടുത്ത് എങ്ങനെ ഒരു കാര്യം കാണിക്കുമ്പോഴത്തേക്കിന് ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികളുടെ മനസ്സിലോട്ട് ഈ ഒരു നിറത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഭംഗിയുടെ പേരിലുള്ള ഒരു വേർതിരിവ് കുട്ടികളുടെ മനസ്സിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അല്ലെ, ഈ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ചിന്തിക്കുന്നത് എന്താണ്, എനിക്ക് ഭംഗിയില്ലാത്തതുകൊണ്ടല്ലേ എന്നെ പോസ്റ്ററിൽ ഇതൊന്നും വെക്കാത്തത്, അങ്ങനെയൊക്കെ ആ ഒരു കുട്ടികളുടെ മൈൻഡിൽ ചെറിയ ക്ലാസ്സുകളിലെ തന്നെ ആ കുട്ടികൾക്ക് ഒരു മെന്റൽ അല്ലെങ്കിൽ അവരുടെ ഒരു മെന്റൽ ഹെൽത്തിനെ മോശമായിട്ട് ബാധിക്കുന്നില്ല, അവർക്കൊരു മെന്റൽ ട്രോമയല്ലേ ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം ഇവർ ചെയ്യുമ്പോഴത്തേക്കിന്. എന്നിട്ട് മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഓക്കെ ഇന്ന ഞങ്ങള് ക്രിസ്ത്യൻ അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും എന്ത് തെണ്ടിത്തരമാണ് ഈ മാനേജ്മെന്റ് ചെയ്യണത്. ഇതാത്ത രീതിയിൽ ഒരു കൊച്ചിന്റെ ബാഗിൽ നിന്നും വൃത്തിയായിട്ട് ഒരു സാധനം പിടിക്കുകയും അതിനുശേഷം ഒരു പെൺകൊച്ചിനെയും ആൺകൊച്ചിനെയും ഒരു സ്ഥലത്ത് വെച്ച് പിടിക്കുകയും ചെയ്തു. സ്കൂൾ മാനേജ്മെന്റ് അവരുടെ പേരൻസിനെ അറിയിക്കുകയോ, അവരെ പേരൻസിനെ അറിയിച്ചാലല്ലേ കുഞ്ഞുങ്ങൾ തെറ്റിലോട്ട് പോകുമ്പോൾ അവർ തിരുത്താൻ പറ്റൂ. ഇത് സ്കൂളിന്റെ ഇതിനെ ബാധിക്കുന്ന എഴുതി സ്കൂൾ മാനേജ്മെന്റ് പേരൻസിനെ അറിയിക്കാതെ മറച്ചു വെച്ചു. അത് ആ ക്ലാസ്സിലുള്ള ഒരു കൊച്ച് അവരുടെ ആ കൊച്ചിന്റെ വീട്ടിൽ പോയി പറഞ്ഞു. ഇതെല്ലാം പൈസ കൊടുത്ത് അനങ്ങാതെ അങ്ങ് മൂടും. പൈസ കൊടുത്ത് കുറച്ച് പാർട്ടിക്കാരെ കൂടെ നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് വലിയ എന്തോ ആണെന്നൊരു വിചാരമുണ്ട്. നിങ്ങളെല്ലാം അറിഞ്ഞു. ഇനിയും വരും ദിവസങ്ങൾ ഇനി ഇവിടെ വല്ല പി കേസോ അല്ല ഈ സ്കൂളിന്റെ പേര് വരുവോടെ പിന്നെ ഇവർക്ക് ഈ പറയുന്ന പൊളിറ്റിക്കൽ പവർ, മണി പവർ ഇതൊക്കെ ഉള്ളത് കൊണ്ട് കൊച്ചു കുട്ടികളുടെ അടുത്ത് വരെ എന്ത് കൊള്ളരുതായ്മയും കാണിക്കാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വെച്ചുറപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാര്യം കുട്ടികളുടെ അടുത്ത് ഈ രീതിയിൽ പെരുമാറുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും അല്ലെ. എന്നിട്ട് ഇതിന്റെ കൂട്ടത്തിൽ വേറെ കുറച്ചധികം കാര്യങ്ങളൂടെ പുള്ളിക്കാരിയുടെ പറയുന്നുണ്ട്. അതായത് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിന്റെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പം ആളുമായിട്ട് ഈ സ്കൂളായിട്ട് കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ്. പിന്നീട് അവർ അങ്ങനെ കുറെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പോയതിന്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോക്കകത്ത് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെ ആയിട്ട് ആ ഒരു സ്കൂളിൽ നിന്ന് മാറ്റാത്തതിന്റെ കാരണം പുള്ളിക്കാരി ഇവിടെ പറയുന്നുണ്ടായിരുന്നു ആദ്യ സമയങ്ങളിൽ. കാര്യം എന്ന് വെച്ചാൽ തന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇനി പുതിയൊരു സ്കൂളിലോട്ട് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുമ്പോൾ അതിന്റെ അഡ്മിഷൻ ഫീ കാര്യങ്ങളൊക്കെ അത് മീറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചത് കൊണ്ട് ഈ ഒരു വർഷം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നൊക്കെ തീരുമാനിച്ചുകൊണ്ടായിരുന്നു ആദ്യ സമയങ്ങളിൽ സ്കൂളിൽ നിന്ന് ഇവരെ മാറ്റുകയോ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരുന്നത്. എന്നിട്ട് ഇങ്ങനെ സഹിച്ചിരിക്കുകയായിരുന്നു. എന്താണെങ്കിൽ ഈ ഒരു സമയത്ത് ഇത് വന്ന് തുറന്ന് സംസാരിക്കാൻ കാണിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. ഇത് തന്നെയാണ് എല്ലാ ആളുകളും മാതൃകയാക്കേണ്ടത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവർ ഈ ഒരു സ്കൂളിലൂടെ എത്തിയ സമയത്ത് ഇവരുടെ കാറ് അവിടെ നിർത്തിയിട്ടേക്കായിരുന്നു. അപ്പൊ ഈ ഒരു കാറിനകത്ത് ഈ ഒരു ഇരിപ്പുണ്ടായിരുന്നു. തന്റെ ഹസ്ബൻഡ് പുറത്തോട്ട് പോയിട്ട് അങ്ങോട്ട് നടന്നു വരികയായിരുന്നു. ആ സമയത്താണ് സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആ കാറിലിട്ട് ഇങ്ങനെ തട്ടുന്ന പോലത്തെ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നേ. ഇത് കണ്ടപ്പോൾ തന്റെ ഹസ്ബൻഡ് ഇതുപോലെ എടാ ഹറാംപറപ്പ് കാണിക്കില്ല, എന്താ ഈ കാണിക്കുന്നുള്ള രീതിയിൽ പുള്ളി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിനെ പിന്നെ ഈ സ്കൂളുകാരെ കൊണ്ടുപോയിക്കുന്ന മറ്റൊരു രീതിയിലായിരുന്നു. എന്താണെങ്കിലും ഇതിനുശേഷം ആ ഒരു കുട്ടിയുടെ പേരന്റ് സ്കൂളിലെത്തി അങ്ങനെ കുറച്ച് സീനൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഇപ്പൊ പോയ ഇനി എന്നോട് വഴക്കിന് വരുമായിരിക്കും. കാറി ഇരിപ്പുണ്ടായിരുന്ന ആള് നീ മനഃപൂർവ്വം കണ്ടിട്ടല്ലേ ഇങ്ങനെ ഇടിച്ച് അങ്ങനെയുള്ള വൈകാരികം എനിക്ക് ഉണ്ടാവാനുള്ള കാരണം എന്തോ? അതായത് ശരിക്കും എന്തുവാ ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ഇങ്ങനെ ഒരു ഇടി ഇടിക്കാനുള്ള അങ്ങനല്ല ഇങ്ങനെ നീ അങ്ങനല്ല നീ ഇടിച്ചത് ഞാൻ കണ്ടേ. അതല്ല, ഞാൻ കാറിൽ ഇരിപ്പുണ്ട്, നീ എന്നെ കാണുന്നില്ല. വണ്ടി പറ്റുന്നത് അല്ലല്ലോ, അത് ന്യായീകരിക്കാനല്ല. അവൻ ചെയ്തത് തെറ്റ് തന്നെയാ. പറഞ്ഞാ കൊടുത്തത്, പറഞ്ഞു തന്നെ കൊടുത്തത്. ഏതാ ഇവനല്ല, ഇവൻ അങ്ങോട്ട് പോയിട്ട് ഇവൻ കടന്ന് കുറു കുറുക്കുന്നു. ഇവൻ കടന്ന് വേറെ രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളാവുമ്പോ ഇത്തരത്തിൽ ഇന്നങ്ങനത്തെ കുസൃതി വികൃതി പരിപാടികളൊക്കെ ഈ ചെറിയ പ്രായത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുക. ഞാനും വണ്ടി സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ നമ്മൾ ഈ സൈക്കിളിലൊക്കെ സ്കൂളിൽ പോകുന്ന ടൈമില് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ബാക്കിയുള്ളവരുടെ വണ്ടിയുടെ കാറ്റൂരി വിടുക, ഇങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഈ പറഞ്ഞ ഹറാംപറപ്പ് കുറെ കാണിച്ചിട്ടുണ്ട്. ഇത് എന്ന് എഴുതിയിട്ട് അത്ര ഇതായിട്ടുള്ളൊരു സംഭവം അല്ലെങ്കിൽ മീൻസ് ഈ ഹറാംപറപ്പ് കാണിക്കരുതെന്ന് പറയുന്നത് അത്ര മോശപ്പെട്ടൊരു സംഭവം അല്ലെങ്കിൽ കുട്ടിയുടെ ഭാവി ഇല്ലാണ്ടായി പോകുന്ന സംഭവം അങ്ങനെയൊന്നുമല്ല. നമ്മൾ കുട്ടികൾ ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ വികൃതികൾ കുസൃതി കാര്യങ്ങളെ കാണിക്കുമ്പോൾ മുതിർന്ന ആളുകൾ നമ്മളെ ശകാരിക്കും. അത് സ്വാഭാവികമാണ് അല്ലെ. അല്ലാതെ ഇവർ ആ കുട്ടീനെ തല്ലുകയോ അടിക്കുകയോ പിടിക്കുകയോ അങ്ങനത്തെ സംഭവങ്ങളോ കാര്യങ്ങളൊന്നും അല്ലല്ലോ ചെയ്തേക്കുന്നത്. അതങ്ങനെയല്ലേ വേണ്ടുന്നത്. കുട്ടികളാകുമ്പോൾ കുറച്ച് കുസൃതികൾ കാണിക്കും, മുതിർന്ന ആളുകൾ അതിനെ കാണുമ്പോൾ ശകാരിക്കും. അതങ്ങനെയല്ല, അത് സാധാരണയല്ലേ. പക്ഷെ അതിനെ ഈ സ്കൂളുകാര് കൊണ്ടെത്തിച്ചേക്കുന്ന സാധനം എങ്ങനെയാന്ന് നിങ്ങൾ കേട്ടോ? അപ്പോഴാണ് ഇവർ ക്യാമറ പ്രിൻസിപ്പൾ അതുപോലെ പറയുമല്ലേ,
പറയുവാണ് ഈ പെണ്ണുണ്ട്. അപ്പൊ ഇവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമായി പോയി, ഭയങ്കരാത്തൊരു അവസരമായി പോയപ്പോഴത്തേക്കും ഇവര് 2 കൂട്ടരും കൂടെ പെട്ടെന്ന് പറയുവാണ്, ഞങ്ങൾ പോകുന്നതിന് മുമ്പ് പോകുമ്പോൾ ആ പുതിയ സ്കൂളിൽ ചെല്ലുമ്പോൾ എന്താണ് ഇവിടുന്ന് മാറാഞ്ഞത്, കുട്ടികളെ ഭാവി നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാലും വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പേരൻസിനെ വിളിച്ച് പറയാണ്, ജാതികളാണ് ഞങ്ങളുടെ മക്കളെ നമ്മൾ ഇവിടുന്ന് CC കൊടുത്ത് മാറ്റിയാൽ പോലും ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്ന്, ഞങ്ങൾ എപ്പോൾ വേണേലും അവരെയൊക്കെ വെട്ടിക്കൊല്ലാം, ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ ഉണ്ട്, പേടിക്കണം. പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ഭാവി എന്ന് വെച്ചാൽ ആ പൊടിച്ചിറങ്ങണെ ഞങ്ങളങ്ങനെ വെട്ടിക്കൊന്നാലോ, നിങ്ങളുടെ കുഞ്ഞിന്റെ ഭാവി നിങ്ങൾ സുരക്ഷിതം ആക്കണം, നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നു. ഇവിടെ പുള്ളിക്കാരി ചെറിയൊരു പോർഷൻ ചെറിയൊരുതായിട്ടൊന്ന് ട്രിം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ഹാദി ജി എന്ന് പറഞ്ഞേക്കുന്ന ജിഹാദി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തേക്കുന്ന അല്ലെങ്കിൽ ആ പേരൻസിന് പറഞ്ഞു കൊടുത്തേക്കുന്ന സാധനമാണ് ഇവർ ജിഹാദികളാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ്, അവർ തീർത്ത് കളയും, ഇവിടുന്ന് ടീസ് മാറി പോയാലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിന്റെ പേരിലാണ് ഇത് പറയുന്നത്? ഈ സ്കൂളിനകത്ത് നടക്കുന്ന കൊള്ളരുതായ്മകൾ പുറത്തു വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇത് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവര് നേരെ പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നേരെ എടുത്തിട്ടാണ് ഇവര് മുസ്ലിങ്ങളാണ്, ഇവരിങ്ങനെയാണ്, ഇവരത് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേരൻസിന്റെ അടുത്ത് ഈ രീതിയിൽ ഇങ്ങനെ ഇവർ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ അടുത്ത് ഇവർ ഏത് രീതിയിലായിരിക്കും പെരുമാറുന്നുണ്ടാവുക? അതായത് ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് തന്നെ ഇവർ എന്താണ് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു സ്കൂളിൽ നിന്ന് മനസ്സിലാവണില്ല, ജിഹാദികളാണെന്ന് പോലും. ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഈ മാനേജ്മെന്റിലെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഓരോ ആൾക്കാരെയും സമൂഹത്തില് തെരഞ്ഞു പിടിച്ച് ഇതുപോലെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുക അല്ലെ, അതാണ് ചെയ്യേണ്ടത്. ഈ ഒരു സമൂഹത്തില് എക്സിസ്റ്റ് ചെയ്യാനെ കൊണ്ട് ഒരു അർഹത ഒരു യോഗ്യത ഇല്ലാത്ത ആൾക്കാരെ ഇവർ ഒറ്റപ്പെട്ട് കിടക്കേണ്ട ആൾക്കാർ തന്നെയാണ്. മനുഷ്യനായിട്ട് കാണാൻ പഠിക്കണം. അവിടെ സ്കൂളിൽ തന്നെ പറയാണ് അത് മുസ്ലിം, അത് വേർതിരിവ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ എന്തിനാണ് ഇത്? എന്തെങ്കിലും കാട്ടി പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളെ അങ്ങ് തട്ടിക്കളയാന്നുള്ള മനോഭാവമായിട്ട് ഇങ്ങോട്ട് വരണ്ട. രാഷ്ട്രീയം ഒക്കെ നടക്കുന്ന സമയത്ത് മതമാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം, മതവും പ്രശ്നമാണ്. കാശ് ഉള്ളവനാണല്ലോ എവിടെയും വലിയവനും, അവൻ എന്ത് നേടാമെന്നുള്ള വിചാരമാണ്. അപ്പൊ നാളെ ഞങ്ങളൊക്കെ കൊല്ലപ്പെട്ടെന്ന് വരാം. എങ്കിൽ പോലും സത്യം എന്ന നിലയിൽ ഈ വീഡിയോ ഈ ലോക അവസാനം വരെ ഓടണം. പിന്നെ പല പേരൻസും ഒരുപാട് കഷ്ടപ്പെട്ട് ആ സ്കൂളിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതുപോലൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്കൂളിന് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അവരുടെ ഭാഗത്തുള്ള ഒരു ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നേക്കാം. ആ ഒരു റിസ്ക് കാര്യങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും. അതുപോലും മാനിക്കാതെ കുട്ടികളുടെ കാര്യം ആലോചിച്ചിട്ട് അവരുടെ ഭാവിയാണ്, അവരുടെ ജീവനാണെന്ന് വിചാരിച്ച് ഇങ്ങനെ തന്നെയാണ് റിയാക്ട് ചെയ്യേണ്ടത്. എന്റെ പരിചയത്തിലും പല ആളുകളുണ്ട്, പല പേരൻസും പത്തനംതിട്ട ലൊക്കാലിറ്റി ഇതുപോലെ പ്രൈവറ്റ് സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കുകയും അവിടെ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഇതുപോലെ പെട്ടുപോയിരിക്കുന്ന പല പേരൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറയും എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല, ഞാനും കൂടെ വേണേ കൂടെ വരാം എന്നൊക്കെ പറയുമ്പോഴും ഇവർ ഇട വേണ്ട, ഈ ഒരു വർഷം കൂടെ അല്ലേ ഉള്ളൂ, ഇതിങ്ങനെ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന പല ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ നിൽക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഭാവിയും അവരുടെ ജീവനുമാണ് നിങ്ങൾക്ക് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ റിയാക്ട് ചെയ്ത് കുട്ടികളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്ത് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ പറയുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഈ സ്കൂളിൽ ഈ സ്വിമ്മിംഗ് പൂളിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ, ഈ സ്വിമ്മിംഗ് പൂള് ഏകദേശം ഒരു വർഷത്തേക്ക് 7000 രൂപ എന്തോ ആണ് ഇത് പഠിക്കുന്നതിന്. ഈ സ്വിമ്മിംഗ് പൂളിന്റെ അവസ്ഥ ഭയങ്കര ശോകാവസ്ഥയാണ്. ഈ സ്വിമ്മിംഗ് പൂളിൽ കുട്ടികൾ ഇറങ്ങിയതിനു ശേഷം ഈ ലേഡിയുടെ ഇത്തയുടെ കുട്ടിക്ക് ഇതുപോലെ മുടി പൊഴിഞ്ഞു പോയി, ഏകദേശം മുട്ടയാവുന്ന പോലത്തെ രീതിയിൽ മുടി പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ വീട് ഞാൻ ഇങ്ങോട്ട് വെക്കുന്നില്ല, പുള്ളിക്കാരുടെ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സീന് കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് ഒരിക്കൽ ഈ സ്വിമ്മിംഗ് പൂളിന്റെ മെയിൻ്റനൻസും പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഈ ടീംസിനെ കാണുന്നത്. അപ്പൊ അവർ പറഞ്ഞേക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, നിങ്ങൾ അത് കേൾക്കുക. ങ്ങൾക്ക് ശേഷം നമ്മൾ വീഡിയോ എടുക്കുന്നതായതുകൊണ്ട് ഒരാൾ വന്ന് എന്നോട് ചോദിക്കുകയാണ്, ഒരു കടയിൽ നിന്നപ്പോൾ സാലിയ ഷാജാനല്ലേ അതെ, നമ്മൾ ഇതുപോലെ ട്രിവാൻഡ്രം കൊല്ലം ബേസ് ചെയ്തിട്ട് സ്വിമ്മിംഗ് പൂൾ പണിയുന്ന ആൾക്കാരാണ്, അപ്പം ഞങ്ങൾക്കൊരു വീഡിയോ എടുക്കണം, ഞങ്ങളൊരു വലിയൊരു സ്റ്റാർ ഹോട്ടൽ വലിയൊരു സ്വിമ്മിംഗ് പൂൾ പണിയെന്ന് പറഞ്ഞ് കുറേ ഫോട്ടോസ് കാണിക്കുവാണ്. പടച്ചോന്റെ കളി, പടച്ചോണെന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടെന്നുള്ളൊരു വലിയ സത്യം കണ്ടോണേ, പടച്ചോന്റെ കളിയാണ്. അപ്പോൾ ഫോട്ടോസ് കാണിച്ചാൽ നിങ്ങൾക്ക് ഒരു വീഡിയോ എടുക്കാം, അത് നമുക്ക് ചെയ്യാം. മക്കൾ എവിടെ പഠിക്കുന്നത്? അപ്പം ഞാൻ പറയാണ് സെന്റ് തോമസിലാണ് പഠിക്കുന്നത്. അയ്യോ അവിടുത്തെ സ്വിമ്മിംഗ് പൂൾ നമ്മളാണ് ഇപ്പോൾ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവർ കറക്റ്റ് സമയത്ത് അത് ഫിൽട്ടർ ചെയ്യാത്ത പ്രശ്നങ്ങളുണ്ടായിരുന്നു, അവരുടെ എത്ര പറഞ്ഞാലും കാശ് ചിലവായിട്ട് ചെയ്യത്തില്ല. ഇപ്പം ഞങ്ങളൊക്കെ ആയിരുന്നു ചെയ്യാൻ പോയത്, ഇത് കറക്റ്റ് സമയം ഫിൽട്ടർ ചെയ്യാത്തതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ത്വക്ക് രോഗം വരും, കുഞ്ഞുങ്ങൾക്ക് തൊലി പ്രശ്നം വരും, കുഞ്ഞുങ്ങളുടെ മുടി പെട്ടെന്ന് തന്നെ പിഴുതു പോകുന്ന പോലെ വരുന്നു. എൻ്റെ നെഞ്ച് ഇങ്ങനെ തീ കോരിയിട്ട പോലെയാണ്. 7000 രൂപ കൊടുത്ത് കുഞ്ഞിന്റെ ആഗ്രഹ പ്രകാരം സ്വിമ്മിംഗ് പഠിക്കാൻ വിട്ടതാണ്. കുഞ്ഞിന് രോഗമാണ് വന്നത്. ആ ഒരൊറ്റ കാരണം മതിയായിരുന്നു ഈ സ്കൂൾ പൂട്ടിക്കെട്ടാൻ എനിക്ക് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് കൊടുത്ത മുഖ്യമന്ത്രിക്ക് കേസ്, എന്റെ കുഞ്ഞിന്റെ ജീവൻ വെച്ചാൽ കളിച്ചതെന്ന്. അന്ന് ഞാൻ നിർത്തിയതാണ് സ്വിമ്മിങ്. 7000 രൂപയും പോയാൽ പോട്ട് പടച്ചവനെ, ആ ഒരു വർഷത്തേക്ക് പൈസ അടച്ചാണ് കഴിഞ്ഞ. അയ്യോ പിന്നെ ഞാൻ വിട്ടിട്ടില്ല, 7000 രൂപ പോയത് പോയി. എന്റെ കുഞ്ഞിന്റെ ജീവന് എനിക്ക് വലുതെന്ന് കരുതി നിർത്തി സ്വിമ്മിങ്. അത് കഴിഞ്ഞു ടീച്ചർ വിളിച്ച് വിടുന്നു. അപ്പൊ പോലും ഞാൻ മുടി കൊഴിച്ചിലുണ്ട് ടീച്ചറെ എന്നാണ് പറഞ്ഞത്. ഈ കാരണം നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. അന്ന് ഞങ്ങൾക്കും കൊടുക്കാം കേസ്. കയറി ഇറങ്ങാനെന്ന് എന്റെ കുഞ്ഞിന്റെ ജീവിതം കളഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നിന്നിട്ടില്ല. എത്രയോ രൂപ മുടക്കിയിട്ടാണ് പിന്നെ കുഞ്ഞിന് മുടി വന്നത്. അതിനുശേഷം ഇപ്പോഴും അവർക്ക് കട്ടിയുള്ള മുടി വന്നിട്ടില്ല. അന്ന് പോയ മുടി ഇന്നും എന്റെ കുഞ്ഞിന് വന്നിട്ടില്ല. കുട്ടികളെ കുറെ പറ്റിച്ച് ഇവർ കുറെ ഉണ്ടാക്കുന്നില്ല, അത് മെയിൻ്റെനൻസ് പോലും ചെയ്യാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കിന് നിങ്ങൾ ആലോചിക്കുക, ആ ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് ആ ഒരു മെന്റൽ ട്രോമയും മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യമാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പം ആരോഗ്യത്തിന് ആ കുട്ടിക്ക് ഭാഗ്യത്തിന് വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നും വന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഇനി സംഭവിക്കാൻ പോകുന്നത് മെന്റൽ ഹെൽത്തിനെ മെന്റൽ ട്രോമയൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ്.
കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ചെറിയ കുട്ടികളാണ്, ഓൾറെഡി അവർ ക്യൂട്ട്നെസ് ഉള്ള അവരുടെ ഭാഷയിൽ പറയുമ്പോൾ ഉള്ളൊരു കാണാൻ ഭംഗിയുള്ള കുട്ടികളെ മാത്രമാണ് ഇതുപോലെ പോസ്റ്റർ ഫ്ലെക്സിലേക്ക് അടിച്ചു വെക്കുക. ഓൾറെഡി കുട്ടികളുടെ മനസ്സിലുണ്ട് ഓക്കെ നമുക്ക് ഭംഗി ഇല്ലാത്തതുകൊണ്ടാണ് അവരെങ്ങനെ ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ ആ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി മുടി കാര്യങ്ങളൊക്കെ പോയിട്ട് ഇങ്ങനെ പ്രശ്നമായിട്ടിരിക്കുമ്പോൾ ഓക്കെ കണ്ടോ ആ കുട്ടികൾക്കെല്ലാം മുടിയുണ്ട്, എനിക്ക് മുടിയില്ല, എനിക്ക് ഭംഗിയില്ല എന്നൊക്കെയുള്ള രീതിയിൽ ആ കുട്ടികളുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കില്ലേ. മാത്രമല്ല അവിടെ ഇനിയും ഇറങ്ങിയിട്ട് മറ്റെന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭീകരമായിട്ട് എന്തെങ്കിലും കുട്ടികൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവന് തന്നെ ആപത്താവുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സ്കൂളുകാർ ഉത്തരം പറയുമോ? ഇവർക്ക് കുറെ പൊളിറ്റിക്കൽ മണി പവർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇമാതിരി പരിപാടികളൊക്കെ കാണിക്കാൻ പാടുണ്ടോ? ഞാൻ പറഞ്ഞത് ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കേണ്ടത് തന്നെയാണ്. നിങ്ങൾ പോയിട്ടൊരു കംപ്ലൈന്റ് കൊടുക്കണം, ഇവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടത് തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇനി അവിടെ എത്രയോ കുട്ടികൾ പഠിക്കുന്നതാണ്. അവിടെ ഈ കുട്ടികൾ പഠിക്കുന്ന ആരെങ്കിലും നിങ്ങൾ പേരൻസ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ ഇന്ന് വിളിച്ചുകൊണ്ട് മറ്റേതെങ്കിലും സ്കൂളിൽ കൊണ്ട് അവരുടെ ജീവനാണ് പ്രധാനം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ ഞങ്ങളെ ഇപ്പൊ തീവ്രവാദിയായിട്ട് ചിത്രീകരിച്ചപ്പോഴും പിന്നെ എന്റെ ഹസ്ബൻഡ് എക്സ് ലവറും കൂടെ മാനേജ്മെന്റിന്റെ മടി കയറി ഇരിക്കുവാണ്. സ്കൂളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുവാണ് മാനേജ്മെന്റിന്റെ അടുത്ത്, എന്റെ പണ്ടത്തെ കാമുകന്റെ ഭാര്യ പണ്ട് ഇങ്ങനെയായിരുന്നു. ഞാൻ എന്ത് വിളിച്ചു? അപ്പം ഞാൻ എന്റെ ശത്രു ആ കുട്ടി പെണ്ണ് അവളും എന്റെ ശത്രുവാണ്. സ്കൂൾ മാനേജ്മെന്റിന് നിസ്സാരമായ ഒരു സംഭവം കിട്ടി, ഫ്രോക്ക് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ രണ്ടുപേരും കൂടെ വേഗം ഞങ്ങളെ അങ്ങ് മുസ്ലിം തീവ്രവാദികളാക്കി. മുസ്ലിങ്ങളുടെ പണം വേണം എല്ലാത്തിനും, പക്ഷെ ഞങ്ങൾ തീവ്രവാദികളാണ്. പടച്ചോ ഇതൊക്കെ കാണുന്നുണ്ട്, ഒരു കാലത്തും ഇതിനൊന്നും മറുപടി പറയാതെ പോകത്തില്ല. നിങ്ങളെ അങ്ങനെ ആ ഒരു തീവ്രവാദി ജിഹാദി ഈ ഒരു രീതിയിലൊക്കെ അവരങ്ങനെ വിളിച്ചേക്കുന്ന ആൾക്കാരെങ്കിൽ നിങ്ങളല്ല, അത് അവരാണ്. ആ ഒരു മെന്റാലിറ്റി നടക്കുന്ന ആ ആളുകൾ തന്നെയാണ് ഇതിന് ഇത്തരത്തിൽ നമ്മളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി നിർത്തേണ്ടുന്ന ആളുകൾ. നിങ്ങളതിൽ ഒരിക്കലും അങ്ങനെ ഒരു നെഗോ കാര്യങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. വൺസ് അഗൈൻ ഇത്ത ഹാറ്റ്സ് ഓഫ് ഈ ഒരു കാര്യം ഇത്രയും ധൈര്യമായിട്ട് തന്നെ വന്ന് തുറന്ന് സംസാരിച്ചു തന്നെ. അതിൻ്റെ ഒപ്പം തന്നെ കമന്റ് ബോക്സിൽ ഇത്തരത്തിലെ സെയിം അനുഭവം ഉണ്ടായിരിക്കുന്ന പല പേരൻസിന്റെ കമന്റ്സ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ ഒരു സ്കൂൾ ഇപ്പം ഈ സ്കൂള് പലരും അടച്ചു പൂട്ടണം എങ്ങനെയുള്ള കുറെ കമന്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ സ്കൂൾ അടച്ചുപൂട്ടും അങ്ങനെയുള്ള കാര്യമല്ല വേണ്ടത്. കാര്യം നമുക്ക് സ്കൂൾ അത്യാവശ്യമാണ്, കുട്ടികൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ ഒരു സ്കൂൾ നമുക്ക് അത്യാവശ്യമാണ്. അതിൽ ഒരു സംഭവം ഒന്നും ഒരു കോട്ടം ഒന്നും തട്ടരുത്. പക്ഷേ ഈ സ്കൂളിനെ റൺ ചെയ്യുന്ന ഈ ഒരു മാനേജ്മെന്റിൽ ഇരിക്കുന്ന ഈ ആൾക്കാരുണ്ടല്ലോ, ഈ കൂട്ടത്തിൽ നല്ല ആൾക്കാരുണ്ടായിരിക്കും, പ്രതികരിക്കാൻ കഴിയാതെ നിശബ്ദരായിട്ട് ഇരിക്കേണ്ടി വരുന്ന ചില ആൾക്കാരുണ്ടായിരിക്കും. അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഓരോ ആൾക്കാരെയും തെരഞ്ഞു പിടിച്ച് ഇവർക്കെതിരെ കൃത്യമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കണം. നിങ്ങൾ പോലീസ് കംപ്ലൈന്റ് കൊടുക്കണം. ഒപ്പം തന്നെ ഇത്തരത്തിൽ അവരെ അവിടുന്ന് ഡിസ്മിസ് ചെയ്ത് കളയണം. ഇനി ഒരു സ്കൂളിലും ഒരു വിദ്യാഭ്യാസ രംഗത്തും അവർക്ക് കൈകടത്താൻ പറ്റാത്ത രീതിയിൽ അവർക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ അവരെ മാറ്റി വെക്കണം. അതെനിക്ക് പറയാനുള്ളൂ. ഹിന്ദി പോലും അറിയാത്ത ഹിന്ദി ടീച്ചർ ഒന്നും അതെനിക്ക് ഹിന്ദി അറിയത്തില്ലെന്ന് ഒരു ടീച്ചർ പറയേണ്ടുന്ന വാക്കാണ് അത്. കൊച്ചു കുട്ടികളുടെ അടുത്ത് നോമ്പ് നോക്കുന്ന കാര്യം പറയുമ്പോഴത്തേന് ആദ്യം നിന്റെയൊക്കെ മനസ്സാണ് ഇത്തിരി ഇല്ലാത്ത പിള്ളേരുടെ അടുത്തൊക്കെ ഇവർ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ മുസ്ലിം നാമധാരിയാണ് എന്ന പേരിൽ ഇവര് ആ രീതിയിൽ എന്തിന്റെ പേരിലാണ് ഇതിനകത്ത് നടക്കുന്ന കൊള്ളരുതായ്മകൾ പുറത്തോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നത്. എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് മറ്റൊരു എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നെങ്കിൽ ഇത് അങ്ങനെയല്ല, ഇത് അങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചതാണ്, തേങ്ങാക്കൊല. ആദ്യം ആ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. കുട്ടികൾ പല ആൾക്കാരും നിങ്ങളെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരിക്കും. എത്രയൊക്കെ പറഞ്ഞാലും സത്യം തുറന്നു കാണിച്ചാലും നിങ്ങളെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് അവരോടെങ്കിലും ആ ഒരു മര്യാദ കാണിച്ച് അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ആ കുട്ടികളുടെ ഹെൽത്തിന്റെ കാര്യമെങ്കിലും ഒന്ന് ആലോചിക്കുന്നുള്ളത് എനിക്ക് പറയാനുള്ളതാണ്. ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പൊ ശരി.